എവിടെ വീട് എവിടെയാണ് എല്ലാവരുടെയും? ഏ ആ എവിടേക്കാണ് എവിടെ പഠിക്കണവര്? എല്ലാരും കേവില പഠിക്കണത്. സ്ഥിരം കളിക്കാറുണ്ടോ ഇവിടെ? ഇന്നാദ്യമായിട്ടല്ലേ? എന്നുണ്ട് ടർഫ് ഇഷ്ടപ്പെട്ടോ? സ്പേസ് ഉണ്ട്, കറക്റ്റ് ഫൈസ് ഉണ്ട്. സെവൻസ് കളിക്കാൻ പറ്റില്ല, അല്ല സൈസ് ഫൈസ് ഉണ്ട്, കറക്റ്റ് സൈസ് ഉണ്ടല്ലോ. ആക്ച്വൽ സൈസ് ഫൈവിന്റെ സൈസ് ആണത്. ഞങ്ങളെ വീണ്ടും ഒന്നുകൂടി കാണാൻ വേണ്ടി വന്നതാണ്. അതെ, കാരണം ഇപ്പൊ നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കാറായല്ലോ. നമുക്ക് അങ്ങോട്ട് നീങ്ങിക്കാം. സ്വാഭാവികമായിട്ട് നമ്മുടെ കാലാവധി കഴിയുന്നു. താങ്കൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ കൊച്ചി നഗരസഭയുടെ ആദ്യത്തെ ടെറഫിലാണ്. ഈ പദ്ധതി തുടങ്ങുമ്പോ അല്ലെങ്കിൽ ഇത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. 100% പൂർത്തീകരിക്കാൻ എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഇത് തുടങ്ങിയത് തന്നെ, പ്രോജക്ട് ആരംഭിച്ചത് തന്നെ. കാര്യം ഇതിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നല്ലോ. ഇത് എങ്ങനെ കിടന്നുവെച്ചതാണെന്നും ഇവിടെ നടന്നിരുന്നത് എന്താണെന്നും നമുക്കെല്ലാം ജനങ്ങൾക്കും താങ്കളെ പോലെയുള്ള മാധ്യമപ്രവർത്തകർക്ക് അറിയാം. കാര്യം മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഞാൻ വന്ന കാലത്ത് നേരിട്ടിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പുള്ളവര് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതൊരു പ്രൊജക്ട് നമ്മള് കോർപ്പറേഷനിൽ അവതരിപ്പിച്ചു. ഈ ഒരു ചെറുപ്പക്കാരനായത് കൊണ്ടിട്ടാണ് ഈ കായിക പ്രേമികൾക്ക് അല്ലെങ്കിൽ കായിക താരങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തിലേക്ക്. അത് മാത്രമല്ല, സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പിള്ളേരൊക്കെ മൊബൈൽ, ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞില്ല ആദ്യകാലങ്ങളിൽ ഇവിടെ നടന്നിരുന്ന വെച്ചത് എന്താണെന്നും യുവാക്കള് തന്നെ ഇവിടെ കൂട്ടം കൂടി എന്നിട്ട് പല രീതിയിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ നടന്നിരുന്ന വെച്ചാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് അപ്പൊ അവരൊക്കെ തന്നെ വന്ന് ഇവിടെ വന്നിട്ട് ഫുൾ ടൈം വന്ന് കളിക്കുന്നു. ഈ ആക്ച്വലി ഇത് തുടങ്ങുമ്പോ ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിക്കുമ്പോ ഒരുപാട് എതിർപ്പുകൾ ബാസ്റ്റിൻ ബാബു നേരിട്ടിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ചിലപ്പോ ഈ മറ്റേ ലോബികളിൽ നിന്ന് തന്നെ ആയിരിക്കും എതിർപ്പുകൾ. ആ എതിർപ്പുകളൊക്കെ എങ്ങനെയാണ് തരണം ചെയ്തത്? എതിർപ്പുകൾ തരണം ചെയ്യാന്നുണ്ട്. നമ്മളൊരു പ്രൊജക്ട്, നല്ലൊരു പ്രൊജക്റ്റാണ്. എനിക്ക് ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. നല്ലൊരു പ്രൊജക്റ്റാണ്. ആ പ്രൊജക്ട് കൊണ്ട് അതിപ്പോ ഏത് പ്രൊജക്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് പല കോണുകളിൽ നിന്ന് എതിർപ്പുകൾ വരും. ആ എതിർപ്പുകൾ നമ്മള് ഞാനത് മൈൻഡ് ചെയ്യാറില്ല. എതിർപ്പുകളൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാനൊരു നല്ല പ്രൊജക്ട് ആണെന്നുണ്ടെങ്കിൽ ആ പ്രൊജക്ട് തീർക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പ്രൊജക്ട് തീരുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിന്റെ പേരിലാണ് ഇവിടെ ഇത്രയും പ്രൊജക്ടുകൾ നടക്കാൻ സാധിച്ചത്. കാരണം അതിന്റെ പുറകെ ഞാൻ പിടിക്കും. ഈ പ്രതിപക്ഷ നിരയിലുള്ള ഒരു കൗൺസിലറാണല്ലോ ബാസ്റ്റിൻ ബാബു. അത് സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ നിരയിലുള്ള ഞാന് സനൽമോനായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. സനൽമോൻ LDF പിന്തുണ കൊടുക്കുന്ന ഒരു സ്വതന്ത്രനല്ലോ. അദ്ദേഹത്തോട് ഉള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണപക്ഷത്തിന് പിന്തുണ നൽകുന്ന ഒരു കൗൺസിലർ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഡിവിഷനിൽ ചെയ്യാൻ കഴിഞ്ഞു. കാരണം ഒരുപാട് വലിയ ഡിവിഷനാണ് എൻ്റെത്. കുറെ ഇൻഫ്രാസ്ട്രക്ചറായിട്ട് കുറെ കാര്യങ്ങളുള്ള ഡിവിഷനാണ്. അവിടെ ഭരണപക്ഷത്തിന്റെ കൂടെ പിന്തുണയുള്ള കൊണ്ടിട്ടാണ് എനിക്ക്. പക്ഷെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു കൗൺസിലറാണ് ബാസ്റ്റിൻ ബാബു. ബാസ്റ്റിൻ ബാബുവിന് ഇതെങ്ങനെ സാധിച്ചു? അല്ല, എനിക്കങ്ങനെ ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ളൊരു വേർതിരിവ് എനിക്ക് കൗൺസിലിൽ തോന്നിയിട്ടില്ല. അത് ഞാനൊരു അങ്ങനത്തെ ഒരു വേർതിരിവ് ഇന്നവരെ ഉണ്ടായതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ ഏത് പ്രോജക്റ്റും മുന്നോട്ട് വെക്കുമ്പോഴത്തേക്കും അത് 100% കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു ഭരണപക്ഷം തന്നെയാണ്. കാരണം അതിന് പൂർണ്ണ പിന്തുണ എനിക്ക് നൽകാറുണ്ട്. ഏതൊരു പ്രൊജക്ട് ആണെന്നുണ്ടെങ്കിൽ ഡിവിഷൻ ഏത് പ്രൊജക്ട് ആണെന്നുണ്ടെങ്കിലും ഒരു നല്ലൊരു, അതായത് ഒരു അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ബാസ്റ്റിൻ ബാബു ഒരു കാര്യത്തിലും ചെയ്യാറില്ല. അതിന്റെ ഒരു ഗുണമാണ് ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾക്ക് ലഭിച്ചത്. അനാവശ്യ ഇടപെടലുകൾ ചെയ്യേണ്ട കാര്യം. കാരണം നമ്മളൊരു അന്ധമായ രാഷ്ട്രീയ ഇല്ല, എനിക്കതില്ല. അന്ധമായ രാഷ്ട്രീയം എന്നല്ല, ന്യായത്തിന്റെ കൂടെ ഞാൻ നിൽക്കുന്നുള്ളൂ. കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മള് തെരഞ്ഞെടുത്തേക്കണം എന്തിനാണ്? നാട് നന്നാൻ വേണ്ടിട്ടാണല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ അത് മറന്നുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ പുറകെ മാത്രം പോയി. അതായത് ജലമാണ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആ ജലത്തിന് വേണ്ടി ഇറങ്ങി പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കണം എന്നുള്ളതായിരുന്നു. അത് ഞാൻ ചെയ്താണ്. അതിനല്ലാതെ ഞാൻ രാഷ്ട്രീയം കളിച്ച് നടക്കാനോ ഫുൾ ടൈം രാഷ്ട്രീയം ഫുള്ള് എന്ത് കാര്യം പറഞ്ഞാലും അതിന് എതിർപ്പ് പറയാനാ അങ്ങനത്തെ ഒരു രീതി എനിക്കില്ല എന്നുള്ളതാണ്. എന്നാലും ഞാൻ എന്റെ രാഷ്ട്രീയ പാർട്ടിയിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന, ആ പ്രസ്ഥാനത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു. പ്രസ്ഥാനത്തിനെതിരായി ഇന്നവരൊന്നും ചെയ്തിട്ടില്ല. പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെയുള്ള അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തിന്റെ വലിയ പിന്തുണ ബാസ്റ്റിന്റെ 5 വർഷത്തെ പ്രവർത്തനത്തിന് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഈ ടർഫ് എന്നുള്ളത് ഒരു കാര്യമായിട്ട് നോക്കുമ്പോൾ തന്നെ ഈ
കൊച്ചി നഗരസഭയിലെ ആദ്യത്തെ സ്മാർട്ട് റോഡും ബാസ്റ്റിനാണ് കൊണ്ടുവന്നത്. അതെ അതെ അതെ. ഈ എല്ലാം ആദ്യത്തേതെല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്നുള്ളൊരു വാശിയുണ്ടായിരുന്ന? ഇല്ല, അങ്ങനെയൊന്നുമില്ല. കാര്യം എന്റെ കാഴ്ചപ്പാടിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തിരുന്നത്. അത് കോർപ്പറേഷനിൽ ആദ്യമായിരിക്കും. കോർപ്പറേഷനിൽ ആദ്യം, അല്ലാതെ ആരും ചെയ്യാതെ ചെയ്യണമെന്നില്ല. നമ്മള് മാറ്റങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്, അതായത് നമ്മുടെ കാഴ്ചപ്പാട്, ജനങ്ങള് പുതുതലമുറയൊക്കെ ഒരു മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ ആ മാറ്റങ്ങളെ നമ്മൾ കൊണ്ടുവരാണ്. കൊണ്ടുവന്നു കഴിയുമ്പോൾ അത് കോർപ്പറേഷനിൽ ആദ്യത്തേതാകുന്നു. അതിനൊരു കാരണക്കാരൻ അല്ലെങ്കിൽ അതിനൊരു നിമിത്തം ആകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നത് കൊച്ചി നഗരസഭയിലെ ആദ്യത്തെ കബഡി കോർട്ട് തൊട്ടപ്പുറത്ത് കൗൺസിലർ കൊണ്ടുവന്നത്. ഒരുപക്ഷെ ഇത് ഒരു കാരണമായിരിക്കും. കാരണം ആദ്യത്തെ ടർഫ് റോഡ് വരുന്നു, ആദ്യത്തെ സ്മാർട്ട് റോഡ് വരുന്നു. രണ്ടാമത്തെ കോർപ്പറേഷൻ തന്നെ നമ്മുടെ രണ്ടാമത്തെ ടർഫ് വരുന്നുണ്ട്. ഞങ്ങളുടെ കമ്മിറ്റി തന്നെ ശ്രീജിത്ത് ചെയർമാനും ഞാൻ വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാനും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഒരേ കാലയളവിലാണോ ഇത് ആരംഭിച്ചത്? ഈ രണ്ട് ടർഫും ഇതും അതും ഒരേ കാലയളവിൽ പദ്ധതി ഫണ്ട് അനുവദിച്ചത്. പക്ഷെ അത് നീണ്ടുപോയി. ഇതിന്റെ പിന്നാലെ നടന്നുകൊണ്ടിട്ട് നമുക്ക് സാധിച്ചെടുത്തു. ഇപ്പൊ ഏതാണ്ട് ഒരു വർഷം അല്ലെ? ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു നഗരസഭയ്ക്ക് ഏതാണ്ട് 8 ലക്ഷത്തിൽ കൂടുതൽ, 8,500,000 വരുമാനം. അതുപോലെ തന്നെ ഈ റോഡ് ഉണ്ടല്ലോ, നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഈ റോഡ് ഒരുപക്ഷെ പകല് പോലും ഇതുപോലെ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്ന റോഡാണ്. കാരണം നിരവധി കണ്ടെയ്നർ ലോറികള് രണ്ട് സൈഡും വാഹനങ്ങൾ, അങ്ങനെ ഒരു നാരോ മാത്രമാണ് നമുക്ക് നടക്കാൻ കിട്ടുന്നത്. അപ്പൊ അത് മാത്രമല്ല, പേടിയാണ് ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് പോകാൻ പേടിയാണ്. ആ സമയത്താണ് ഇപ്പോൾ നമ്മളിത് വളരെ മനോഹരമായിട്ട് എന്തോ ശാന്തമായ അന്തരീക്ഷത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. ഇതും ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമല്ല? അതെ അതെ, തീർച്ചയായിട്ടും. കാരണം മാറ്റങ്ങൾ വന്നല്ലോ. കാരണം ഇത്രയും വീതിയുള്ള ഒരു റോഡ്, അത് ഒരു വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അതിനൊരു മാറ്റം. ആളുകൾക്ക് ഉപയോഗിക്കും, ഇത്രയും സൗകര്യമുള്ള റോഡ് കിട്ടിട്ട് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, അത് മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലനായിട്ട് വെച്ചൊരു സംഭവമാണ് ഈ ഒരു പാർക്ക്. ഈ പാർക്ക് ഏറ്റവും വില്ലനായിട്ട് വെച്ചതാണ് ഈ പാർക്ക്. പാർക്കല്ല, ഇതൊരു ഇതിന്റെ ഈ ഗേറ്റിന്റെ മുമ്പിലാണെങ്കിൽ ഒരുപാട് ആളുകൾ കൊണ്ടുവന്നിട്ട് വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഇതിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു പോർഷൻ ഇതേപോലെ കിടക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും പല സ്ഥലങ്ങളിൽ ഈ റോഡിന്റെ ഏറ്റവും തുടങ്ങിയ ആറ്റം വരെ കൊണ്ടുവന്നിട്ട് റോഡ് സൈഡിൽ കംപ്ലീറ്റ് വേസ്റ്റുകൾ കൊണ്ടുവന്നിടും. അപ്പൊ ആ വേസ്റ്റുകളൊക്കെ എല്ലായിടത്തും മാറ്റി ഇങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് ഒരുക്കാൻ സാധിച്ചു. ഇപ്പൊ ഈ പാർക്ക് ഉണ്ടല്ലോ, ഈ പാർക്ക് ഇന്ന് ഈ ഡിവിഷനിലല്ല, സമീപ ഡിവിഷനിലെയും ഒക്കെ ഉള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പാർക്കാണ്. ഇവിടെ വി ലവ് ഡിവിഷൻ 10 എന്നുള്ള രീതിയിൽ വലിയ, ഇപ്പൊ അവിടെയാണെങ്കിലും നമ്മൾ ടെറഫിലായാലും കാണാം ഈ ഡിവിഷൻ 10 ഇങ്ങനെ കൊച്ചി നഗരസഭയുടെ ആളുകളുടെ മനസ്സിലിങ്ങനെ വരണം എന്നുള്ളതാണ് കാഴ്ചപ്പാട്. നമ്മൾ ചെയ്യണമല്ലോ. കാര്യം ചെയ്യാൻ സാധിക്കുന്നത് 5 വർഷം കൊണ്ട് ചെയ്ത് കാണിക്കണം. കാരണം ഈ ഒരു സാഹചര്യം, കാരണം ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. കാരണം നമ്മൾ കേറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കോവിഡ് ഒരുപാട് കൗൺസിലർമാർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ ആ ചെയ്യാൻ സാധിക്കാത്ത സമയത്ത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നതാണ്. കാര്യം ഇതിന്റെ ഫയൽ വർക്കുകളാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ പുറകെ നിന്ന് അത് ഈ ഒരു സാഹചര്യം കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം ഓണാവണം. ഇതിപ്പോ നഗരസഭയുടെ മാത്രമല്ലല്ലോ, ഫണ്ടല്ലല്ലോ അല്ലെ? ഇത് പാർക്ക് നഗരസഭയുടെ ഫണ്ട് ഉണ്ട്, തന്നെ മേയർ അനുവദിച്ച ഫണ്ട് ഉണ്ട്. ജിം വന്നത് എനിക്ക് ഹൈബിയുടെ ജിം വന്നത്. അപ്പൊ അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾ, അതായത് MP MLA ഇവരിൽ നിന്നൊക്കെ ഫണ്ട് വാങ്ങിച്ചെടുക്കാൻ വലിയ കഴിവാണെന്നാണ് പറയുന്നത്. ഇല്ല, അങ്ങനെയല്ല, കഴിവെന്നല്ല. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു പ്രവൃത്തി അവർക്കറിയാം, അത് ജനങ്ങൾക്ക് ഗുണകരമാകും, അവർക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഇവിടെ ഫണ്ട് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്കുള്ളത് കൊണ്ട് ഇപ്പൊ ഹൈബീഡന് ഇതുമായി തന്നു, ജിമ്മിന്റെ എക്യുപ്മെന്റ്സ് തന്നു, കരുവേൽപ്പടി ഹോസ്പിറ്റലിൽ വേണ്ട സഹായങ്ങൾ, ആംബുലൻസ്, ഹൈമാസ് ലൈറ്റ്, അങ്ങനെ വിവിധ സാധനങ്ങൾ ഹൈബീഡൻ തന്നു.
ഇതിന്റെ എല്ലാത്തിന്റെ ഇപ്പൊ ഈ ഒരു വർക്ക് കോർപ്പറേഷന്റെ വർക്കുകളാണ് കംപ്ലീറ്റ്. അപ്പൊ മേയറിന് അതിൽ വ്യക്തമായ പങ്ക് മേയറിന്റെ ഒരു പിന്തുണ എല്ലാ കാര്യങ്ങളും. കാര്യം ഇന്നലെ പോലും ഞാനൊരു ഫയലുമായിട്ട് ബന്ധപ്പെട്ട് മേയറിനെ വിളിച്ചു കഴിഞ്ഞപ്പോ മേയർ ഇങ്ങനെ ഒരു വർത്താനം ഉണ്ടല്ലോ, മേയർ പിന്നെ ബാസ്റ്റിന് ഒരു ഫണ്ട് ആവശ്യപ്പെട്ടാൽ പെട്ടെന്ന് പാസ്സാക്കുന്നത്. അല്ല അങ്ങനെയല്ല, ബാസ്റ്റിന് ഫണ്ട് ആവശ്യം മേയർ ആര് ഫണ്ട് ആവശ്യപ്പെട്ടാലും പെട്ടെന്ന് പാസ്സാക്കുന്നത്. അങ്ങനെ അല്ല ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ്. കാരണം ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത് അത് ആർക്ക് ഗുണമുണ്ടാവും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗുണമുണ്ടാവും എന്നുള്ളൊരു വ്യക്തമായ കാഴ്ചപ്പാടുള്ള ജനപ്രതിനിധി എന്ന നിലയിലാണ് കാണുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ പുള്ളി അറിയാം കാര്യം കാര്യങ്ങൾ നടക്കുന്ന ഒരു ഡിവിഷൻ ആണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഫണ്ടിന്റെ കാര്യത്തിൽ അദ്ദേഹം വികസനത്തിന് അദ്ദേഹം ഒരു ഇതിരുമില്ല. കാര്യം അദ്ദേഹം ആരും ഫണ്ട് നല്ല പദ്ധതിക്ക് ഫണ്ട് ചോദിച്ചാൽ ഇപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞ പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മള് ഇവിടെ ഒരു വലിയ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പക്ഷെ ഇത്തിരി വിവാദമൊക്കെ ആയി. എങ്കിലും അതിനൊക്കെ വിവാദങ്ങൾ അത് പറയുന്ന ടീം ഇങ്ങനെ പറയും. പക്ഷെ അതിൽ കൂടുതൽ ആൾക്കാര് അല്ല ഞാൻ പറഞ്ഞത് വിവാദം എന്നുള്ളത് ബാസ്റ്റിൻ വെച്ച പപ്പാനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദം വന്നു. പക്ഷെ അതിനൊക്കെ വലിയ രീതിയിൽ തരണം ചെയ്ത് ബാസ്റ്റിന് പോകാൻ കഴിഞ്ഞു. വലിയ ഇടക്കാണ് ബാസ്റ്റിന് ഈ കഴിഞ്ഞ 5 കൊല്ലം ബാസ്റ്റിൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് പലതുമായി ബന്ധപ്പെട്ട്. അപ്പൊ ആ ഒരു വലിയ പരിപാടി എന്നല്ല അത്. ഒരുപക്ഷെ കൊച്ചി പോലുള്ള ഒരു പ്രദേശത്തെ പുതുവത്സരാഘോഷങ്ങളിലെ വലിയ തിരക്ക് ഒഴിവാക്കുവാൻ സഹായിക്കും ഈ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ഇവിടെ. അത് തന്നെയല്ല, അത് മാത്രമല്ല ഈ ഒരു പരിപാടിയില് എനിക്ക് പ്രധാനമായിട്ടും തോന്നിയത് ഒരു പുതുവത്സര ദിനത്തിന്റെ അന്ന് 31st നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന 31st എന്ന ദിവസം ഇവിടെ ചെറിയൊരു പപ്പാനെ ഞങ്ങൾ കത്തിച്ച്. പപ്പാനെ അതുകൊണ്ട് നമുക്ക് കത്തിക്കാനും തോന്നിയില്ല. അതെ അത്രയും കാര്യം അത് ഒരു മാസത്തിന്റെ കഷ്ടപ്പാടാണ് ചെയ്തതാണ്. അപ്പോ അത് കത്തിച്ചില്ല. അത് കാരണം നമുക്ക് ഫയറിന്റെ യൂണിവേഴ്സിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് കത്തിക്കാനും പറ്റില്ല. കാര്യം നമുക്ക് പോലീസിന്റെ നോട്ടീസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ചെറിയൊരു പപ്പാനെ ഇവിടെ കത്തിച്ചിട്ട് ഇവിടെ കേക്കൊക്കെ കട്ട് ചെയ്ത്. അപ്പൊ ഈ ഒരു ഗ്രൗണ്ട് മുഴുവൻ ആളായിരുന്നു. അത് വിവിധ മതങ്ങളിലുള്ള ആളുകളൊക്കെയാണ്. അത് ഒരു എന്താ പറയാ, ഒരു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഇങ്ങനെ കൊണ്ടുപോകാൻ എല്ലാവരെയും. അവർക്ക് എന്നെ അറിയാവുന്നതുകൊണ്ടാണ് അവര് വരുന്നത്. കക്ഷി രാഷ്ട്രീയം മതജാതി എല്ലാവർക്കും അവർക്ക് എന്നെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവര് വരുന്നത് എന്നുള്ളതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും അന്ന് എനിക്കുണ്ടായിരുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നല്ല പ്രായമുള്ള ഒരു ഉമ്മ, നല്ല പ്രായമുണ്ട്. അപ്പൊ 2 ഉമ്മമാരുണ്ട്. എന്റെ അമ്മച്ചുണ്ട്. എന്റെ അമ്മച്ചി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ സമയത്ത് എന്റെ പ്രായമായ ഉമ്മ വന്നിട്ട് എന്നോട് പറയുന്നത്, ഞാൻ ഈ കൊച്ചിയിൽ ജനിച്ചു വളർന്നൊരു ആളാണ്. ഞാനിത് ഇങ്ങനെ ടിവിയിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കാണാറുണ്ട്. ഫോട്ടോച്ചിൽ അങ്ങനെ നടക്കും. ഞാൻ ഇന്നവരെ അവിടെ പോയിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ഇന്ന് ഇവിടെ വന്നിട്ട് ഈ പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ പോലെ പൊന്നുമോനെ ജീവിതത്തിൽ മറക്കില്ല. കണ്ണ് നിറഞ്ഞുകൊണ്ടാ പറയാം. അപ്പൊ എന്റെ അമ്മിച്ച് തൊട്ടടുത്തുണ്ട്. എന്റെ അമ്മിച്ചിയുടെ കണ്ണ് നിറഞ്ഞ്, സ്വാഭാവികമായിട്ട് എനിക്കും കണ്ണ് നിറഞ്ഞ്. കാരണം അത്രയും സന്തോഷം അവരുടെ ജീവിതത്തിന്റെ അവര് പ്രായമായവര് അവർക്ക് ഒരുപാട് ആളുകൾ വളരെയധികം ആ വീഡിയോ കാണുമ്പോ തന്നെ അറിയാം എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടെ. ഒരു പ്രത്യേക ദിവസമാണ്. കാരണം നമ്മളെടുത്തൊരു ജോലിക്ക് ഒരു സംതൃപ്തി, മാനസിക സംതൃപ്തി കിട്ടിയത്. ഈ റെസിഡൻസ് അസോസിയേഷനുകളെ സംഘടിപ്പിക്കുന്നതിലും അവരെ കൂടുതൽ ഊർജിതപ്പെടുത്തുന്നതിലും കൗൺസിലർ എന്നതിൽ ബാസ്റ്റിൻ ബാബു വലിയ പങ്കുവഹിച്ചതാണ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളിൽ നിന്ന് മനസ്സിലാവുന്നത്. അത് എത്രത്തോളം ഗുണകരമായിട്ടുണ്ട് ഡിവിഷന്റെ പ്രവർത്തനം? നല്ല കാര്യം. എന്ത് കാര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് റെസിഡൻസ് അസോസിയേഷൻ നല്ല മികച്ച രീതിയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഗുണകരമാകുന്നത് കൗൺസിലർ തന്നെ. കാര്യം നമുക്കൊരു നമ്മുടെ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വളരെയധികം സഹായകം. അവരെ അവതരിപ്പിക്കുമ്പോൾ അവരുടെ അംഗീകാരം സ്പോട്ടിൽ കിട്ടുകയും ചെയ്യും. അതിന്റെ റിസൾട്ട് സ്പോട്ടിൽ തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ അതന്നെ ഒരു ഏകോപനം, നമുക്ക് ഡിവിഷനിലെ മൊത്തത്തിലുള്ള ഒരു ഏകോപനം പെട്ടെന്ന് സാധ്യമാകുന്നത്. അതുപോലെ ഈ മാലിന്യം ഒരുപക്ഷെ ആദ്യത്തെ ക്ലീൻ ഡിവിഷൻ, അതായത് ഇന്ത്യൻ ചേംബർ ഒരു മത്സരം വെച്ചിരുന്നു. ഇന്ത്യൻ ചേംബർ ഒരു മത്സരം വെച്ചു. അതിനകത്ത് ഏറ്റവും കൊള്ളാവുന്ന ശുചിത്വമുള്ള ഡിവിഷന് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. അതിന്റെ ജഡ്ജസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഉയർന്ന നിലവാരത്തിൽ വലിയ ഒക്കെ ഉള്ളവരായിരുന്നു. അതിന്റെ ആദ്യത്തെ ആ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അത് ബാസ്റ്റിൻ ബാബുവിന് കൊണ്ടുപോയി. അതായത് 10ാം ഡിവിഷൻ ഓക്കെ 10ാം ഡിവിഷൻ കൊണ്ടുപോയി. 10ാം ഡിവിഷന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് ബാസ്റ്റിൻ ബാബു ആ അവാർഡ് ഏറ്റുവാങ്ങി.
അങ്ങനെ നമുക്കറിയാലോ മാലിന്യ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെയും അതെ. ഏതൊരു ഡിവിഷനെയും ഏറ്റവും കൂടുതൽ കുഴക്കുന്ന ഒരു സാധനമാണ് ഈ മാലിന്യം. എങ്ങനെ ആ മത്സരത്തില് അത് നേടിയെടുക്കാൻ കഴിഞ്ഞു? ഇപ്പൊ എറണാകുളം പോലുള്ള നഗരപ്രദേശം, അതായത് ഞാൻ പറഞ്ഞത് ഇവിടെ ഒക്കെ താമസിക്കുന്ന ഒരു ഭൂരിഭാഗം ഒരു 50%-ലേറെയും സാധാരണക്കാരായിരിക്കും. എറണാകുളം സിറ്റിക്കകത്ത് അങ്ങനെയല്ല. സിറ്റിക്കകത്ത് നിന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും എല്ലാവരും അത്യാവശ്യം ജോലിയും സംബന്ധവും എല്ലാം. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഡിവിഷൻ അത് ആദ്യം തന്നെ നേടിയെടുത്തപ്പോൾ അതെങ്ങനെയാ? വേറെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞ, നമുക്ക് അതിന് വേണ്ട സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അത് ഉപയോഗിക്കണം. നമുക്ക് വേണ്ട സംവിധാനങ്ങള് നമ്മൾ ഈ ഒരു കോർപ്പറേഷന്റെ പരിധിയിൽ ഉണ്ട്. ഇത് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും നിലവിലുണ്ട്. അത് നമ്മൾ വിനിയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് ജനങ്ങളിലേക്ക് കൃത്യമായൊരു അവലോകനം നടത്തി നമ്മളത് ജനങ്ങളിലേക്ക് എത്തിച്ച് ഇങ്ങനെയാണ്, ഇതേപോലെയാണ്. അപ്പൊ ആദ്യം കുറച്ച് എതിർപ്പുകൾ കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ്, എല്ലായിടത്തും സ്വാഭാവികം. അപ്പൊ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പൊ ഹരിതകർമ്മസേനക്ക് കാശ് കൊടുക്കാത്ത ആളുകൾ വരെ ആ സമയത്തുണ്ട്. അവര് ഇവിടെ വന്ന് അവർക്ക് അതാണ് വരുമാനം, അവര് കോർപ്പറേഷൻ സാലറി ഒന്നുമില്ല. അപ്പൊ അവർക്ക് ഒരു ഫണ്ട് കൊടുക്കാത്ത ആളുകൾ ഈ ഡിവിഷനിൽ ഉണ്ടായിരുന്നു. അവരെന്നെ വിളിക്കും, എങ്ങനെ അത് ഞങ്ങൾ കൊടുക്കൂല, അതാണ് നിങ്ങൾ കൊടുക്കണ്ട, നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾ എന്റെ ഓഫീസിൽ വന്നിട്ട് ഞാൻ ആ കാശ് തരാം. അരുക്കൂറ്റിന്നൊക്കെ തന്നെയാണ്, പാവത്തുങ്ങളാ, അത് ഞാൻ തരാം. ഓഫീസിൽ നിന്ന് എന്റെ ഓഫീസിൽ നിന്ന് വാങ്ങിച്ചു, ഞാൻ പേയ്മെന്റ് നിങ്ങൾ അത് അവർക്ക് കൊടുത്തു, നിങ്ങളെ കയ്യിൽ നിന്ന് കാശ് ഇതാക്കണ്ട, അവർക്ക് കൊടുക്കാതിരിക്കണ്ട, നിങ്ങൾ പുറത്ത് എന്റെ ഓഫീസിൽ നിന്ന് വാങ്ങാം. പിന്നെ ഇതിനൊക്കെ ഉള്ളൊരു എന്താ പറയാ, ഈ മാലിന്യം വേർതിരിച്ച് കൊടുക്കാനുള്ളൊരു നിർദ്ദേശം, അത് ഓരോ വീടാന്തരമാണെങ്കിലും നമ്മുടെ ഹരിതകർമ്മ സേന ആണെങ്കിലും ശരി, ആശാ വർക്കർമാരാണെങ്കിലും ഈ പറഞ്ഞ റെസിഡൻസ് അസോസിയേഷനുകളിൽ അതിന്റെയൊക്കെ ഒരു പ്രാധാന്യം വന്നാണ് പൂർണ്ണമായിട്ട്. അത് ഒരു പക്ഷേ അവർക്ക് മനസ്സിലായിട്ടായിരുന്നു. കാരണം ഇതിപ്പോ ഞാനിവിടെ വന്ന കാലങ്ങളിൽ ഒരു ദിവസം 2 പ്രാവശ്യം, ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് മാലിന്യം, അതായത് ഫുഡ് വേസ്റ്റ്. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് എടുക്കുന്നത് തിങ്കളാഴ്ച വെള്ളിയാഴ്ച. അപ്പൊ തിങ്കളാഴ്ച ഫുഡ് വേസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ചത്തെ ഫുഡ് വേസ്റ്റ് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഉള്ള ഫുഡ് വേസ്റ്റ് വെള്ളിയാഴ്ച കാലത്ത് നിന്ന് എടുക്കും. വെള്ളിയാഴ്ച തന്നെ വെള്ളി ശനി ഞായർ ഇത്ര ദിവസം. അപ്പൊ ഇത്രയും ദിവസം ഫുഡ് വേസ്റ്റ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടി വെക്കാം. ചില വീടുകളിൽ സൗകര്യക്കുറവുണ്ട്. എന്റെ വീട് ഇത്തിരി പഴയ തറവാട് വീടായിരുന്നു, 5-6 റൂമൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും സൗകര്യം ഒരുക്കാന്ന് വിചാരിക്കാം. പക്ഷെ ഈ 1 സെന്റിലും 1.5 സെന്റിലൊക്കെ താമസിക്കുന്നവരും വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് അവർക്ക് വെക്കാനുള്ള സൗകര്യം. അപ്പൊ അവര് സ്വാഭാവികമായിട്ട് അത് റോട്ടിൽ കൊണ്ടുവന്ന് കളയാൻ നിർബന്ധിക്കും. അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം വീട്ടിൽ വെക്കാൻ പറ്റില്ല. കാരണം നിൽക്കാൻ പറ്റില്ല, ചിലവര് ഫ്രിഡ്ജ് കയറ്റിന് ഫ്രിഡ്ജ് ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവര് കൊണ്ടുവന്ന് കളയാൻ നിർബന്ധിതരാണ്. അപ്പൊ അത് എന്തുകൊണ്ട് നിർബന്ധിതരാണ്? ഇത് കൊണ്ടുപോകാത്തോണ്ടാണല്ലോ. കൊണ്ടുപോകാനുള്ള സംവിധാനം അതപ്പോ എല്ലാ ദിവസവും കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നു. ഹരിതകർമ്മ സേനയെ വിളിച്ചു, അവർക്ക് വീടുകൾ ഈക്വൽ ചെയ്ത് കൊടുത്തു. എല്ലാ ദിവസവും എല്ലാ വീടുകളിലും ചെന്നിട്ട് ഫുഡ് വേസ്റ്റ്, പ്ലാസ്റ്റിക്, പേപ്പർ, പിന്നെ വീട്ടിലുള്ള വാഴ കെട്ടിയതും അങ്ങനത്തെ ഇതൊക്കെ അത് മാസത്തിലൊരു ദിവസം. ബെഡ് ആണെങ്കിലും ഒരു ടൈമിൽ കൊണ്ടുപോകും. ബുക്ക്, മറ്റേ ബാഗ്, ചെരുപ്പ്, അതൊക്കെ ഒരു 3 മാസം കൂടുമ്പോ ബാഗ്, ചെരുപ്പ്, അതിനൊക്കെ ഒരു വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കി ആ രീതിയിൽ നല്ല രീതിയിൽ അത് ഞാൻ തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. അത് ഉദ്യോഗസ്ഥന്മാർ സപ്പോർട്ട് ചെയ്യുന്നത്, പക്ഷെ അതിന്റെ ഒരു ഫോളോ അപ്പ്, നല്ലൊരു ഫോളോ അപ്പ് അന്ന് നിന്നുകൊണ്ട്. അപ്പൊ ആ രീതിയിൽ അങ്ങനെ വ്യക്തമായിട്ട് സംഭവം കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഡിവിഷനെ ഈ കൗൺസിലർക്ക് വേറൊരു വാർത്ത ഉണ്ടായിരുന്നല്ലോ ഒരു സമയത്ത്, എന്തായിരുന്നു അറിയോ? കൗൺസിലർ ഈ ലൈറ്റ് കത്തിക്കണ പണി കൂടി പഠിക്കണം എന്നുള്ള ഒരു വീഡിയോ ബാബു തന്നെ ചെയ്തു. കാരണം ഇത് CSML-ന്റെ ചില തകരാറുകളുമായി ബന്ധപ്പെട്ടാണ്. അത് സത്യത്തില് എല്ലാവരും വളരെ രസകരമായി ആണ് ആ വാർത്ത എടുത്തത്. കാരണം കൗൺസിലർ ആണോന്നുണ്ടെങ്കിൽ ഇനി ഈ പണി കൂടി പഠിക്കണം. കാരണം അതിന്റെ അവസ്ഥ അതാണ്. കാര്യം ഈ ഡിവിഷനിൽ പകുതിയിലേറെ ഇപ്പോ CSML ലൈറ്റുകളാണ്. അപ്പൊ CSML ലൈറ്റുകൾക്ക് മെയിന്റനൻസിന്റെ പൂർണ്ണമായിട്ട് അതിന്റെ ഒരു എഗ്രിമെന്റിലേക്ക് വന്നിട്ടില്ല എന്നുള്ള എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പൊ ഇത് വരാൻ വേണ്ടിട്ട് ഇവര് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ സാധാരണക്കാരായ ജനങ്ങളോട് ഇത് CSML ആണ്, ഇത് മറ്റേ ഞാൻ കോർപ്പറേഷന്റെ ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ലൈറ്റ് കത്തണം, അല്ല ഞാനത് CSML കത്തിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായില്ല.
അപ്പൊ സ്വാഭാവികം CSM ഒരു ഇതുപോലെ ഒരു ഇഷ്യൂ വന്നതിനപ്പത്തേക്ക് ഇവിടെ മെയിൻ്റനൻസിന് ആള് വന്നപ്പോ ഞാൻ അതിന്റെ കീ വാങ്ങിച്ച് സ്വാഭാവികമായിട്ട് അവന്റെ കൂടെ രാത്രി ഒരു 1-2 മണിക്കൂറോളം ഞാൻ ഇതിന്റെ പുറകെ നിന്ന് ഇതിന്റെ സാധനം എന്താണ് ഇവൻ ചെയ്യുന്നത് എന്താണ് ഇതെല്ലാം ഞാൻ പഠിച്ചു. പിന്നെ ആ സെയിം കംപ്ലൈന്റ് വന്നിട്ട് ഇത് വിളിച്ചിട്ട് വരുന്നില്ല, നമ്മള് പോയി ചെയ്തു. ഞാൻ ആ കീ എന്റെ കയ്യിലുണ്ട്, ഞാനത് തുറന്നിട്ട് ഞാനത് ഇന്ന പോലെ എനിക്കറിയാം, ഞാൻ അതേപോലെ ചെയ്തു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ ഒരു കൗൺസിലർക്ക് 4 വർഷം കിട്ടുള്ളൂ എന്നാ പറയണത്. ഏത് 5 വർഷമാണെന്നുണ്ടെങ്കിലും 4 വർഷം കിട്ടുള്ളൂ. കാരണം 1 വർഷം മറ്റ് പോയ കൗൺസിലർ കൊണ്ടുവന്ന ചില പ്രൊജക്ടുകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പോകുന്ന പറഞ്ഞത്. പക്ഷെ 2025-26 ഫണ്ട് പോലും ബാസ്റ്റിൻ ബാബു വിനിയോഗിച്ചു എന്ന് പറയുന്നത് എന്റെ 2025-26 പ്ലാൻ ഫണ്ട് പൊതുവെ അങ്ങനെ തീർക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതെ അതെ. കാരണം ഞാൻ 2025-26 വർക്ക് എനിക്ക് ടെൻഡർ ചെയ്തത് എനിക്ക് തോന്നുന്നു ജൂലൈയിലാണ്. ജൂലൈ അവസാനമാണ് ടെൻഡർ നടപടി കഴിഞ്ഞത്. ഇന്നിപ്പോ 30-ാം തീയതിയാണ്, ഓഗസ്റ്റ് 30-ാം തീയതിയാണ് എന്റെ വർക്ക് പൂർത്തിയായി. സെപ്റ്റംബർ 30, ഒക്ടോബർ 10-ാം തീയതി വർക്കിന്റെ ഉദ്ഘാടനം. ഡിവിഷനിലെ ഏറ്റവും വലിയ റോഡാണ്. അപ്പൊ ഇനി വരുന്ന കൗൺസിലർക്ക് ഇനി പുതിയ പ്രൊജക്ട് വെച്ചിട്ട് വേണം പറയാൻ. അതെ അതെ. എന്റെ വർക്കെല്ലാം ഫുൾ ഫിനിഷ് ചെയ്ത് അതൊരു കഴിവാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തന്നെയല്ല, എനിക്ക് പൂർണ്ണമായിട്ടും ഒരു ഡിവിഷന്റെ ഫുൾ കൺസ്ട്രക്ഷൻ അതായത് തീർക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇത് ബാഡ്മിന്റൺ കോർട്ടല്ലേ? ബാഡ്മിന്റൺ കോർട്ടാണ്. ഇത് നഗരസഭയുടെ പ്രൊജക്ട് തന്നെയല്ലായിരുന്നു? ഇത് നഗരസഭ പ്രൊജക്ടിലായിരുന്നു. ഇതിന്റെ പൂർത്തീകരണം എങ്ങനെയായിരുന്നു? ഇതിന്റെ പൂർത്തീകരണം എന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഷെഡ് മാത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത്. കാരണം മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ ഇവിടെ നിലവിൽ പണ്ട് ഇവിടെ ചെറുപ്പക്കാർ വന്ന് കളിക്കുന്നു. അപ്പൊ മണ്ണും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിൽ പ്രോപ്പറായിട്ട് കളിക്കാൻ പറ്റില്ല. കായിക പ്രേമികളുടെ ഒരു പർദീസാണ് 10ാം ഡിവിഷൻ. അതെ തീർച്ചയായിട്ടും. അത് മാത്രമല്ല ഇപ്പൊ ബാഡ്മിന്റൺ സിന്തറ്റിക് ബാഡ്മിന്റൺ ആണ്. ഒരുപാട് ആളുകൾ വന്ന് ഉപയോഗിക്കുന്നുണ്ട്. നിരവധി ആളുകൾ വന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ സമയക്രമം എങ്ങനെയായിരുന്നു? ഇതേപോലെ ടർഫിന്റെ പോലെ തന്നെ 5 മണി മുതൽ രാത്രി 11 പരിപാലനം അതുകൊണ്ട് അതൊരു വലിയ ഗുണമാണ് സിഐടിനെ കൊണ്ട്. ഈ കൗൺസിലർ പിന്നെ ആകുന്ന സമയത്ത്, കൗൺസിലർ മത്സരിക്കുന്ന സമയത്ത് പലരും എനിക്ക് തോന്നുന്നു ബാസ്റ്റിൻ, ഞാൻ ഈ ചോദ്യം ഒരു തവണ ചോദിച്ചതാണ്, ബാസ്റ്റിന്റെ പാർട്ടി പോലും പ്രതീക്ഷിച്ചിട്ടുള്ള ബാസ്റ്റിൻ ഒരു കൗൺസിലർ ആവുന്നു. വെറുതെ സന്തോഷിപ്പിക്കുക, മത്സരിക്കട്ടെ എന്നുള്ള രീതിയിൽ ആണ് ഈ ഡിവിഷൻ അനുവദിച്ചിരുന്നത്. പക്ഷെ എല്ലാവരെയും നെട്ടിച്ചുകൊണ്ട് ബാസ്റ്റിൻ ജയിച്ചു വന്നു. ആ ഒരു എന്താ, അതായത് ഇടതുപക്ഷ മുന്നണിയുടെ ഒരു കുത്തക സീറ്റ് എന്നുള്ള രീതിയിൽ എല്ലാവരും വിലയിരുത്തിയ ഒരു ഡിവിഷനാണത്. കാരണം അതൊന്നും നടക്കൂലെന്ന്, അവരുടെ ഭയങ്കര വോട്ടുള്ള സ്ഥലമാണ്. പക്ഷെ എങ്ങനെയാണ് അതൊന്ന് ഒരു അട്ടിമറി വിജയം അത് അട്ടിമറി വിജയമല്ല, ആസൂത്രിത വിജയം. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അട്ടിമറി വിജയം വേറെയാണ്. അട്ടിമറി വിജയം എതിർത്ത മറ്റേ റിബലും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അട്ടിമറി. പക്ഷെ ഇത് ആസൂത്രിത വിജയമായിരുന്നു. എങ്ങനെ ഇത് ഒപ്പിച്ചെടുത്തു? ഞാൻ ഈ ഡിവിഷനിൽ ജനിച്ചു വളർന്നതാണ്. ഡിവിഷന്റെ മുക്കും മൂലയും ഇവരുടെ ആളുകളെല്ലാം വളരെ ജനിച്ചു വളർന്നെന്ന് പറയുമ്പോൾ തന്നെ അറിയാം. ഇത്രയും കാലഘട്ടത്തില് എല്ലാരും ആയിട്ട് നല്ലൊരു ബന്ധം. അതില് ഞാൻ പറഞ്ഞ പോലെ അതിലൊരു പൊളിറ്റിക്സ് കാര്യങ്ങളൊന്നും ആരും കണ്ടിട്ടില്ല. അപ്പൊ അതായത് ബാസ്റ്റിന് ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ജനം കണ്ടില്ല. ഇല്ലല്ല, തീർച്ചയായിട്ടും. പക്ഷെ ഒരു പൊതുപ്രവർത്തകനായിട്ട് കണ്ടു. അവിടെയാണ് അതിന്റെ വ്യത്യാസം. പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും തമ്മിൽ വ്യത്യാസമുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ ഞാൻ പക്കാ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് രാഷ്ട്രീയമായിട്ട് മാത്രമേ സംസാരിക്കുള്ളൂ. പക്ഷെ പൊതുപ്രവർത്തകനായിട്ട് നിൽക്കുന്ന ഒരാള് ഒരു തന്മയത്വത്തോടെ എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരാളായിരുന്നു ബാസ്റ്റിൻ. ജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ബാസ്റ്റിൻ ബാബുവിന്റെ ജീവിതത്തില് ബാസ്റ്റിൻ ബാബുവിന് പൊതുരംഗത്തേക്ക് വിത്തിട്ട് നൽകിയത് യൂത്ത് കോൺഗ്രസ് ആണ്. യൂത്ത് കോൺഗ്രസിന്റെ ചുള്ളിക്കൽ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു. ഒരു സിന്തറ്റിക് കോട്ടാനിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പലപ്പോഴും ഇവിടെ ഒരുപാട് നമ്മുടെ നേരത്തെ നമുക്കറിയാം സബ് ജില്ലാ തലത്തിൽ പോലും കഴിവുള്ള താരങ്ങൾ ഉണ്ടായിട്ടും പക്ഷെ നമുക്ക് പലപ്പോഴും മെഡലുകൾ കിട്ടാറില്ല. ഈ കിട്ടാത്തതിന്റെ പിന്നിൽ ഒരുപക്ഷെ ഇതുപോലെയുള്ള സംവിധാനങ്ങളുള്ളത്. സംവിധാനങ്ങളുള്ളത് 2 പാലം കടന്ന് അപ്പുറത്തും പോകണം.
അപ്പൊ അതൊക്കെ മനസ്സിൽ കണ്ടിരുന്നു. ഇവിടെ തന്നെ കാരണം നമ്മള് ഈ ഇൻഡോർ സ്റ്റേഡിയം ഒക്കെ കണ്ടില്ലേ, സംവിധാനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്ക് ഫുട്ബോൾ വന്ന്, കാരണം എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള കൗൺസിലർ വന്നുകൊണ്ടിട്ടാണ് ഇതൊക്കെ സാധ്യമായിരുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് എന്റെ വിശ്വാസമാണ്. കാരണം ഒരു ചെറുപ്പക്കാരന് മാത്രമേ ഒരു യുവത്വത്തിന്റെ എല്ലാ വിഭാഗത്തിന്റെയും മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ഒരു ചെറുപ്പക്കാരന് പറ്റും. പ്രായമായവരുടെ കാരണം വീട്ടില് അമ്മയുമൊത്ത് അല്ലെങ്കിൽ അച്ഛനൊത്ത് വളർന്നു വരുന്ന ആ സാഹചര്യത്തിൽ പ്രായമായവരുടെയും ചെറുപ്പക്കാരുടെയും കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ വികാരം മനസ്സിലാക്കിക്കൊണ്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയെന്നാണ്. ഇത്തരം കാര്യങ്ങളുടെ മാത്രം പോരാ, ഒരു കാഴ്ചപ്പാടും കൂടെ അതാണ് ചെറുപ്പക്കാർക്ക് അത്തരത്തിലുള്ള കാഴ്ചപ്പാടുണ്ടാവുന്നുള്ളതാണ് മനസ്സിലായത്. പക്ഷെ കാഴ്ചപ്പാടില്ലാത്ത ചെറുപ്പക്കാരും ഉണ്ട്, അത് വേറെ കാര്യം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് ചുള്ളിക്കൽ മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് നടത്തിയ നിരവധി പ്രക്ഷോഭങ്ങളുണ്ട്. മാസ്റ്റർ ശരിക്കും ഒരു പ്രക്ഷോഭകാരി കൂടിയാണ്. അതായത് സമരം ചെയ്യേണ്ടടുത്ത് സമരം ചെയ്യും, അല്ലാത്തടത്ത് അത് ആ രീതിയിൽ നിൽക്കുന്ന ഒരു പക്ഷെ ഇടക്കാലം വെച്ചിട്ട് കൗൺസിലർ ആയതിനു ശേഷം ആ പ്രക്ഷോഭകാരിയെ തൽക്കാലം നീക്കി വെച്ച് അല്ലെ, മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ പ്രക്ഷോഭകാരി തിരിച്ചു വരും. അങ്ങനെയല്ല, ഞാൻ അങ്ങനെ വലിയ പ്രക്ഷോഭങ്ങളിലൊക്കെ കാര്യമായ കാര്യം ഇപ്പൊ സ്ഥലമൊക്കെ അറിയാലോ. ഞാനത് എന്താ പറയാ, എനിക്ക് നല്ലതെന്ന് തോന്നിയാൽ മാത്രമേ ഞാനത്. അല്ല, എന്റെ അനുഭവത്തിൽ ഞാൻ ഇപ്പോഴും എന്റെ കണ്ണിലിരിക്കുന്ന ഒരു സമരമുണ്ട് ബാസ്റ്റിന്റെ. ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CBSE സ്കൂളില് അംഗീകാരം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു സമരം. ആ സമരത്തില് അന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടും പ്രധാന ഫോട്ടോയും ബാസ്റ്റിൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അടികൊണ്ട് കിടക്കുന്ന അതായിരുന്നു. അപ്പൊ അത്തരം അത് അന്ന് ബാസ്റ്റിൻ പറഞ്ഞു. കാരണം ഇത് കുട്ടികളുടെ ഒരു കൂട്ടം കുട്ടികളുടെ ഭാവിയെ ഒരു സ്കൂള് ലാസ്റ്റ് സമയത്ത് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സംവിധാനം. മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകള് കുട്ടികൾ ആ ഒരു സമയത്ത് എക്സാം പോലും എഴുതാൻ പറ്റാത്ത സാഹചര്യം. കാരണം ഒരു വർഷം ഇവര് ലാസ്റ്റ് ചെയ്ത് 10ാം ക്ലാസ്. അപ്പൊ അതൊരു കാര്യം ഈ സ്കൂളിന് ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഒരു രീതിയിലേക്ക് വന്നപ്പോഴത്തേക്കാണ് അത് ജനുവിൻ കേസാണ്. പക്ഷെ അതിനകത്ത് പരിഹാരം അവസാനം ഉണ്ടാവുകയും ചെയ്തു. ഈ കായികം മാത്രമല്ലല്ലോ ബാസ്റ്റിന്റെ ഒരു താല്പര്യം, അത് കലയുണ്ട്. അത് പാട്ട് പാടുന്നു, വേദികളിലൊന്നും പാടിയല്ല, പാടും അല്ലെ. നമ്മുടെ സുഹൃത്തുക്കളുമായി ചേർന്നിരിക്കുമ്പോൾ അത്രേ ഉള്ളൂ. എന്നാലും ഈണം വിടും 2-3 വരികളൊക്കെ. അപ്പൊ ആ ഒരു സാധനം മനസ്സിലുള്ളത് കൊണ്ടിട്ടാണ് ഈ കലയെ പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇത് കലയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാര്യം ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ ടോപ്പ് സൈഡ് അതേപോലെ നമ്മളൊരു ഹോള് പോലെ ചെയ്തേക്കുന്നുണ്ട്. ആ ഒരു ഹോള് പോലെ ചെയ്തേക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇവിടെ കരാട്ടെ ഉണ്ട്. കരാട്ടെ അപ്പൊ കരാട്ടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടുത്തെ മലേഷ്യയിൽ നിന്ന് അങ്ങനെയൊക്കെ ഒരുപാട് ആയോധനകലയും പഠിപ്പിക്കും. അതെ, ചാമ്പ്യന്മാര് വന്ന് ഇവിടെ വന്ന് ട്രെയിൻ ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ട്. മലേഷ്യയിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ചാമ്പ്യന്മാർ വന്ന് ഇവിടെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് ബിനോയ് എന്നുള്ളൊരു മാസ്റ്ററാണ് ചെയ്യുന്നത്. പിന്നെ കളരി, അത് ഉബൈദ് ഗുരുക്കളാണ് കളരി കൈകാര്യം ചെയ്യുന്നത്. കളരി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ശ്രീകുമാർ തന്നെ ആർട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എല്ലാരും വളരെ നല്ല രീതിയിൽ യോഗ ആരംഭിക്കുന്നത്. 10ാം തീയതി മുതൽ യോഗ ആരംഭിക്കുന്നുണ്ട്. പിന്നെ ക്ലാസിക് മ്യൂസിക് ഉണ്ട്, പിന്നെ ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ സകലകല അല്ലെ. അപ്പൊ അത് നമ്മൾ വേറെ ഒന്നല്ല, നമ്മുടെ ഡിവിഷനിൽ ഉള്ള ആളുകൾക്ക് അതെല്ലാം വേണം. അതിന്റെ എല്ലാ വേറെ എവിടേക്കും പോകണം. കാരണം ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ സംവിധാനങ്ങളെല്ലാം ഒരു കുടക്കീഴില് ഞാൻ ചോദിക്കുന്നത്, ഈ കാലയളവ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനി കൗൺസിലറായിട്ട് ഈ ഡിവിഷനിൽ തുടരാൻ കഴിയില്ല. കാരണം നമ്മളെ മാനദണ്ഡം അങ്ങനെയല്ലോ, സംവരണ മാനദണ്ഡ പ്രകാരം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോണെന്ന് അറിയില്ല. എങ്കിലും ഇനി ഇത് വനിതാ വാർഡ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡിവിഷൻ കൗൺസിലർ എന്ന നിലയിൽ മത്സരിക്കാൻ വാസ്റ്റിന് കഴിയില്ല. പുതിയ ഒരു സംവിധാനം വരുമ്പോൾ പിന്നെ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ ബാസ്റ്റിന് നഷ്ടപ്പെട്ടു എന്നല്ല, ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ സംവിധാനങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയുണ്ട്. നഷ്ടപ്പെടുമോ എന്ന ആശങ്ക എനിക്കില്ല. കാരണം എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സംവിധാനങ്ങളെല്ലാം അതാത് കരങ്ങളിൽ വളരെ ഏൽപ്പിച്ചിട്ടാണ്, സേഫ് ആയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞത് സിന്തറ്റിക് ടർഫ് പാർക്ക് ഇതെല്ലാം തന്നെ CHED ആണ് കൈകാര്യം ചെയ്യുന്നത്. കാര്യം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കാര്യം ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇനി മാറ്റണമെന്നുണ്ടെങ്കിൽ കൗൺസിൽ തീരുമാനിക്കണം.
ഓ, നഗരസഭാ കൗൺസിൽ തീരുമാനിക്കും. കൗൺസിൽ തീരുമാനിച്ച് കാര്യം അതിനൊരു മാനദണ്ഡവും വെച്ചിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ വേറെ പരിപാടികളൊന്നും നടത്താൻ പാടില്ല. ഇവിടെ ഇത് മാത്രം പാടും. ഇവിടെ ഈ ഷട്ടിലാണ് ഇവിടെ ഒരു മീറ്റിംഗ് നടത്താനോ കസേരയിട്ട് വേറെ എന്തെങ്കിലും പരിപാടി നടത്താനോ ഞാൻ ഉദ്ദേശിച്ച ആശങ്ക അതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോ ടർഫിലാണെന്നുണ്ടെങ്കിലും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഫുട്ബോള് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഇപ്പൊ കളരിയുടെ ചിലപ്പോ ഒരു മണിക്കൂർ കളരി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. കരാട്ടെ അവരെ വലിയൊരു ക്യാമ്പ് നടത്താൻ വേണ്ടിട്ട് അവര് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രം, അല്ലാതെ വേറൊരു പരിപാടി നടത്താനായിട്ടാ അങ്ങനത്തെ അപ്പൊ ആ ആശങ്ക ഇല്ല. എല്ലാം പക്ക ആക്കിയിട്ടാണ് പരിപാടി നടത്താം. അങ്ങനത്തെ പരിപാടി നമുക്ക് ഇവിടെ പാർക്കില് കലാപരിപാടി അവിടെ നടത്താം, മീറ്റിംഗ് നടത്താം, അവിടെ ഗാനമേള നടക്കുന്നുണ്ട്, ഗാനമേളയൊക്കെ നടത്താറുണ്ട്. അപ്പൊ അതിന്റെ എല്ലാത്തിനും ഒരു സംവിധാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ തന്നെ. എപ്പോഴെങ്കിലും ഈ 5 വർഷ കാലയളവിൽ എപ്പോഴെങ്കിലും മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച കാര്യങ്ങൾ? വേദനിപ്പിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, വല്ലാതെ വേദനിപ്പിക്കില്ല. കൂടെ നിന്ന് ഒരാള് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ചതി ചെയ്ത് അത് ജീവിതത്തിൽ മറക്കില്ല. കാര്യം അത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്ന ഒരാള്. കാര്യം ഞാനത് ആഗ്രഹിക്കാത്ത ഒരു സംഭവം തന്നെയായിരുന്നു. എനിക്കൊരു ആഗ്രഹമൊന്നുമില്ല. പക്ഷെ ആ ഒരു സംഭവം ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കില്ല. കാര്യം ഞാൻ അതേപോലെ എന്റെ ഒരു വിശ്വസിച്ച് ഒരു സഹോദരിയുടെ സ്ഥാനത്ത് ഞാൻ കണ്ടിരുന്ന വ്യക്തിയാണ്. അത് എന്നോട് വേദനിച്ചത് അത് ഇല്ലാന്ന് പറയില്ല. പക്ഷെ എനിക്ക് പരിഭവമില്ല. പക്ഷെ അത് വേദനയായിട്ട് തന്നെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ്, ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആണ് ബാസ്റ്റിൻ ഒരു കുറിപ്പ് എഴുതുന്നത് ഫേസ്ബുക്കിൽ. ഞാൻ ഈ മത്സര രംഗത്ത്, ഈ തദ്ദേശ സ്ഥാപനത്തിലെ മത്സര രംഗത്ത് ഇല്ല എന്ന് കൃത്യമായിട്ട് ഒരു കുറിപ്പ് എഴുതുന്നു. ഒരുപാട് കമൻറ്റുകൾ, ഒരുപാട് ആളുകൾ അതിനെ അനുകൂലിച്ചും എതിർത്തിട്ടാരും പറഞ്ഞില്ല, അനുകൂലിച്ച് പറഞ്ഞവരുണ്ട്. പക്ഷേ ബാസ്റ്റിൻ പോകരുത് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ബാസ്റ്റിൻ അത് ചെയ്യരുത്, ബാസ്റ്റിൻ അത് ചെയ്യുന്നത് വലിയ ചതിയാണ് എന്ന് വരെ പറഞ്ഞവരുണ്ട്. ഇങ്ങനെ ഒരു എന്താണ് അങ്ങനെ ഒരു കാരണം ബാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ബാസ്റ്റിന്റെ പാർട്ടി ബാസ്റ്റിനെ മത്സരരംഗത്ത് നിന്ന് വിലക്കേറ്റില്ല. ബാസ്റ്റിന്റെ പാർട്ടി ബാസ്റ്റിന് മത്സരിക്കാൻ അവസരം തരും എന്ന് തന്നെയാണ് ഞങ്ങളും മാധ്യമ ലോകവും നാട്ടുകാരും എല്ലാം പ്രതീക്ഷിക്കുന്നത്. ബാസ്റ്റിൻ മത്സരിക്കാനുണ്ടെങ്കിൽ ബാസ്റ്റിന് അവസരം തരും ബാസ്റ്റിന്റെ പാർട്ടി. പിന്നെ എന്തുകൊണ്ടിട്ടാണ് അങ്ങനെ ഒരു? ഞാൻ ആദ്യം തന്നെ ഞാനിത് ജനിച്ചു വളർന്ന ഡിവിഷനാണ്. ഈ ഡിവിഷനിലാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പൊ ഈ ഡിവിഷനിൽ തന്നെ മത്സരിക്കും പല സീറ്റുകളും വെച്ച് നീട്ടിയതാണ്. അതൊരു വേറൊരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് അവകാശപ്പെട്ട സീറ്റുകൾ എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ എപ്പോഴും ഞാൻ വേണ്ട ഈ സീറ്റ്, അപ്പൊ ഈ സീറ്റ് തരുള്ളൂ എന്നുള്ളൊരു ധാരണ മതി. ഞാൻ തല്ലി പിടിച്ചൊന്നും നമുക്ക് വേണ്ട, ഈ സീറ്റ് മതി. ഞാൻ ഈ സീറ്റിൽ മത്സരിച്ച് ജയിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഇനി ഇത് വനിതാ സംവരണം, ഞാൻ ഇനി പോകുന്നത് മറ്റൊരു ഡിവിഷനിലേക്കാണ്. അപ്പൊ ആ ഡിവിഷനിൽ വളരെ നാളുകളായിട്ട് പാർട്ടി പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ ഒരു പാർലമെന്റ് രംഗത്തേക്ക് വരാൻ വേണ്ടിയിട്ടും ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാര് ഉണ്ട്. പ്രായമുള്ളവരല്ല, അവരുടെ വിഷമം ചെറുപ്പക്കാരുണ്ട്. അവിടെ ഡിവിഷനിൽ ജനിച്ചു വളർന്ന ചെറുപ്പക്കാരുണ്ട്. അവർക്കത് അവർക്കൊരു അവസരം നഷ്ടപ്പെടാൻ 100%. ഞാനിപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പാർട്ടി സീറ്റ് വരും കൺഫേം ആയി. അതിന്റെ അല്ല, അവരൊരു അവസരം പോണേ. അങ്ങനെ ചെറുപ്പക്കാർ ഇപ്പൊ പറഞ്ഞല്ലോ, ചെറുപ്പക്കാർ വന്നതുകൊണ്ടാണ് ഈ മാറ്റം സംഭവിച്ചത്. അത് മറ്റുള്ള ഡിവിഷനിലും കിട്ടും. പക്ഷെ ജനം പറയുന്നത് അതല്ല. ഇപ്പൊ ഈ 10ാം ഡിവിഷന് കിട്ടിയത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിക്കൂടാ എന്നുള്ളത്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാനല്ലല്ലോ അവസാന വാക്ക്. അതെ, അത് എന്നേലും കഴിവുള്ള ആളുകളൊക്കെ ഇഷ്ടപ്പെടും. ഞാനൊരു കഴിവുള്ള ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവരുടെ അങ്ങനെ വന്നാൽ അവരോടൊപ്പം ബാസ്റ്റിൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും നിർദ്ദേശങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന അതിന് വിരുദ്ധമായി സംഭവിച്ചാൽ അതായത് ബാസ്റ്റിന്റെ ആഗ്രഹത്തിന്, ബാസ്റ്റിന്റെ സ്വപ്നത്തിന് വിരുദ്ധമായിട്ട് സംഭവിച്ചാൽ ഞാനത് എന്റെ ഒരു നിലപാട് ഞാൻ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു നിലപാട് എന്താണെന്നുള്ള ജനങ്ങൾക്ക് അറിയാം. ബാക്കി തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ആ നിലപാടിന് വിരുദ്ധമായിട്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി തീരുമാനിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. സാധാരണക്കാരായ ഒരുപാട് ജനങ്ങളിലാണ് ബാസ്റ്റിന്റെ പിന്നീടുള്ള വിശ്വാസം. ജനങ്ങളിലല്ലേ വിശ്വാസം. ഇപ്പോൾ പാർട്ടിയിൽ വിശ്വാസമുണ്ട്. അതിന് വിരുദ്ധമായാൽ ജനങ്ങൾ അത് കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് 100%. കാര്യം അതിലൊരു സംശയമാണ്. അത് ജനങ്ങള് ആഗ്രഹിക്കുന്നത് അതാണ്. അതിലൊരു സംശയം എനിക്കൊരു സംശയമില്ല.
അപ്പൊ പാർട്ടി ആയാലും നല്ല രീതിയിൽ ചെയ്യാന്നുള്ള കുറച്ച് വിശ്വാസം എനിക്കുണ്ട്. ഉണ്ട്. ഒരിക്കലും ആ ഒരു ഇതിലേക്ക് മുൻകാലങ്ങളിലെ ഒരു പോലത്തെ ഒരു പ്രവർത്തനം നല്ല ഇപ്പൊ നേതൃത്വം ഈ വേറൊരു കാര്യം ഇതിന്റെ ഇടയിലൊന്ന് ചോദിച്ചോട്ടെ. ഈ പൊതുപ്രവർത്തനം ഒരു തൊഴിലാക്കി മാറ്റിയ ആളല്ല പിന്നെ ബാസ്റ്റിൻ ബാബു. ജനപ്രതിനിധി അല്ലെങ്കിൽ കൗൺസിലർ സ്ഥാനം ഒരു തൊഴിൽ അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു വരുമാനമാണ്, അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു വഴിയാണ് എന്ന് കണ്ട് നിന്ന ആളല്ല ബാസ്റ്റിൻ. ബാസ്റ്റിന് സ്വന്തമായി ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. അവിടെയാണ് ഈ 5 വർഷവും അതിനുവേണ്ടി തന്നെ ഇതിന്റെ ഇടയിൽ സമയം കണ്ടെത്തി ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൂടിയാണോ ഇത്തരം ഒരു പിന്മാറ്റത്തിന് കാരണം? ഇല്ല, അതും കൂടെ ഒന്നല്ല. എന്റെ ഒരു ഞാൻ ഇപ്പൊ 5 വർഷം നല്ല രീതിയിൽ തന്നെ എന്റെ ഡിവിഷൻ അതിലെ ഈ ബിസിനസ് എന്റെ ഒരു വർക്ക് ഉള്ളത് കൊണ്ട് അതിനൊരു അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു സംവിധാനത്തിലൂടെ ജീവിച്ചു പോകുന്ന ആളാണ് ബാസ്റ്റിൻ. അപ്പോൾ ഇതൊരു ജീവിതോപാധിയല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഒരു വേറൊരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. ഇപ്പൊ നമ്മളിവിടെ മത്സരിച്ച് അവിടെ തന്നെ അപ്പുറത്ത് നിന്ന് മത്സരിച്ച് അത് കഴിയുമ്പോ തിരിച്ച് ഇങ്ങോട്ട് വന്ന് മത്സരിച്ച് അപ്പൊ ആളുകൾ നമ്മളെ ബഹുമാനത്തോടെ കാണുമ്പോഴും മറ്റ് ചില ആളുകള് പറയുന്ന ഒരു രീതിയാണ്. കാരണം ഇത് അധികാരം ഒരു ലഹരിയാണ്. അതൊക്കെ ലഹരി എന്നൊക്കെ ഇങ്ങനെ പറയും, അധികാരം ലഹരി എന്നൊക്കെ പറയും. പക്ഷെ വേറൊരു വർത്താനം കൂടെ പറയും. എനിക്ക് അത് കേൾക്കാൻ താല്പര്യമില്ല. എന്റെ അമ്മയും എന്റെ ഭാര്യ എന്റെ മക്കളും കുടുംബം ഞാൻ പണിയെടുത്ത് കൊണ്ട് തന്നെ കാശ് കൊണ്ട് തിന്നണോ എന്നുള്ളൊരു വിശ്വാസം അത് മതി. അപ്പൊ ഓക്കെ, കൗൺസിലർ എന്ന ബാസ്റ്റിൻ എന്ന കൗൺസിലർക്ക് എല്ലാവിധ സ്നേഹ അഭിവാദ്യങ്ങൾ നേരുന്നതിനോടൊപ്പം കൗൺസിലർ ഇനിയിപ്പോ മത്സരിച്ചില്ലെങ്കിലും പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി ഉണ്ടാകും. പൊതുപ്രവർത്തന പ്രതീക്ഷയോടെ. ഓക്കെ.